കേൾക്കണം മഹാലോകരെ നിങ്ങൾ കൃഷ്ണൻ ചെയ്തൊരു പുതുമകൾ. കൃഷ്ണിവംശകുലജാതനാകിയ കൃഷ്ണനമ്പുജാലോചനൻ മാധവനേകം ഗോക്കളെ മേച്ചുകൊണ്ടുവനങ്ങളിൽ നാളികക്ഷണനായ മാധവൻ മേളമോടു കുഴലൂരിയും താളമേളരസങ്ങളും കുഴൽ നാദവും മഹാവിസ്മയം. ബാലരോടൊരുമിച്ചു മാധവൻ ലീലയായി മരുവിടിനാൻ. നാരിമാരവരേവരും നദി തന്നിലേക്കു കുളിക്കുവാൻ. ഉടുത്ത ചേലകൾ അഴിച്ചു ചുരുട്ടിട്ട് നാലുഭാഗം അവർ നോക്കിനാൻ. ആരെയും കാണുന്നില്ലതപ്പോഴേ കാളിന്തി നദി തന്നിലിറങ്ങിട്ട് മേളമോടെ കുളിച്ചിടിനാൻ. ആടിപാടിയോടെ അങ്ങവർ പാട്ടുമങ്ങു തുടങ്ങിനാൻ. ആരുമറിയാതെ മാധവൻ പാളി വന്നതങ്ങപ്പോഴേ നാരിമാരുടെ ചേലകളൊക്കെ വാരി മാധവൻ കയറിയരയാലിൻ കൊമ്പില്. ചന്തമോടെ അത് തൂക്കി മാധവൻ പൊന്നരയാലിൻ കൊമ്പില്. ചന്തമോടെ കൊമ്പിലിരുന്നിട്ട് ഊതി പൂങ്കുഴൽ മാധവൻ. പൂങ്കുഴലിൻ്റെ ഒച്ച ഗംഗയിൽ കേട്ടുമങ്കമാലപ്പോഴേ തമ്പുരാനെ അങ്ങോർത്തു മങ്കമാർ അമ്പരന്നവിടെ നിന്നുപോയി. ചന്തമോടവൻ കൊമ്പിലിരുന്നിട്ട് ഊതി പൂങ്കുഴൽ തൽക്ഷണേ. പൂങ്കുഴലിൻ്റെ ഒച്ച കേട്ടിട്ട് കൊമ്പിനൻപോടെ നോക്കിനാൻ. ഉണ്ണിമാധവാനങ്ങളെ ചതി ചെയ്തിടുന്നതങ്ങെന്തിനാ? ഞങ്ങളുടെ വീഴിപ്പുവാരുവാൻ നിൻകരത്തിനു ചേർന്നതോ? അമ്മയോടിതു ചെന്നു ചൊല്ലിയ തല്ലുകൊണ്ടിടും ഉണ്ണിയെ. കൊണ്ട മാധവമുണ്ടു തന്നെയും ഞങ്ങളുടെ കരമതിൽ ചില നൽകണമെന്നാൽ നിങ്ങളെന്നെ തൊഴുതിടിൻ. പിന്നെ കൈകൾ രണ്ടുമുയർത്തുവിൻ. പിന്നെ കാറ്റിൽ നിന്നു കയറുവിൻ. മാധവൻ തൻ്റെ വാക്കു കേട്ടിട്ട് ലജ്ജ വിട്ടു തൊഴുതിടിനാൻ. നാരിമാരുടെ നൃത്തം കണ്ടിട്ട് മാധവൻ ചിരിച്ചപ്പോഴേ ഗരുഡവാഹനൻ കരുണയോടുടൻ തരുണി ചേലകൾ നൽകിനാൻ. ഹരിഹരാമ തനയപുരനമ ശിവസുധാ കൈ തൊഴു